കാന്തപുരം നടത്തിയിരിക്കുന്ന കേരളയാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സമ്മേളനം വെക്കുക, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം വെക്കുക. എന്നിട്ട് ആ സംസ്ഥാന സമ്മേളനത്തിൽ എത്ര ആളുകൾ ഈ ചേളാരിയുടെ സമ്മേളനം അതേ ദിവസവും വെക്കട്ടെ. അതിൽ ചേളാരികളുടെ ഗ്രൗണ്ടിൽ എത്ര ആളുകൾ പങ്കെടുക്കും? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ ചേളാരികളുടെ സമ്മേളനം നടക്കട്ടെ. ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ട് ശൂന്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഒരൊറ്റ ദിവസം കേരളത്തിൽ നിങ്ങൾ സമ്മേളനങ്ങൾ വെക്കാൻ തയ്യാറുണ്ടോ? മുസ്ലിം ലീഗിന്റെ എന്നല്ല, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സമ്മേളനം വെക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ ചേളാരികളുടെ സമ്മേളനം വെക്കട്ടെ, അന്ന് തന്നെ കാരന്തൂരിൽ സുന്നികളുടെ സമ്മേളനം വെക്കട്ടെ. എന്നാൽ കാരന്തൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിപ്പോകുന്ന സുന്നി പ്രവാഹത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഇവിടുത്തെ ഒരൊറ്റ രാഷ്ട്രീയക്കാർ വിചാരിച്ചാലും കഴിയില്ല, ഏത് ചേളാരികൾ വിളിച്ചാലും കഴിയില്ല, അവർക്കൊന്നും ഇതുകൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് കാന്തപുരത്തിന്റെ സംഘടനാ സംവിധാനം. ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട, കാന്തപുരത്തിന് നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ മുന്നിൽ പിച്ചച്ചട്ടിയുമായിട്ട് പോകണമെന്ന് ഞങ്ങൾക്കൊന്നും അത് തോന്നുന്നില്ല, ഞങ്ങളൊന്നും അത് വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിലുള്ള എല്ലാ സംഘടനയെക്കുറിച്ചും, എല്ലാ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, എല്ലാ സംഘടനയുടെ മൂവ്മെന്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്കങ്ങനെ അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കും അത് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആത്മീയ ചൂഷണത്തിനെതിരെയാണ് ജിഹാദ് നടത്തുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുന്നു, എന്താണ് ചൂഷണം? ഇവിടെ ചൂഷിതരുണ്ടെങ്കിൽ മാത്രമല്ലേ ചൂഷകരുണ്ടാകും. കാന്തപുരം ചൂഷണം ചെയ്തു എന്ന് ആരെങ്കിലും പറയട്ടെ. കാന്തപുരത്തിന് സാക്ഷാൽ ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള ആളുകളോട് കാന്തപുരം പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആര് എപ്പോൾ വന്നെങ്കിലും ഞാനിതാ പൈസ തിരിച്ചു തരാൻ തയ്യാറാണ് എന്ന് വിഷ്വൽ മീഡിയകളെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ പരസ്യമായി കാന്തപുരം പറഞ്ഞു. പിന്നെ ആരെയാ ചൂഷണം ചെയ്യുന്നത്? കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംരംഭവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഷഹറെ മുബാറക്കിന്റേത്. ആരും വന്ന് പറഞ്ഞിട്ടില്ല എന്നെ കാന്തപുരം ചൂഷണം ചെയ്തു എന്ന്. എന്തിനാണ് ഈ കള്ളപ്രചരണങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കുകയാണ്. പിന്നെ അമ്പലക്കടവ് ഫൈല് പറഞ്ഞിരിക്കുന്നത് 2 കൊല്ലമായി കാന്തപുരം പള്ളിക്ക് വേണ്ടി പൈസ പിരിപ്പിച്ചിട്ട് ഇന്നുവരേക്കും പള്ളി എടുത്തിട്ടില്ല, പള്ളി എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. കാന്തപുരം പൈസ പിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കാന്തപുരം പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സുന്നികളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് അമ്പലക്കടവുമാരുടെ കയ്യിൽ നിന്നും കാന്തപുരം പൈസ വാങ്ങിച്ചിട്ടില്ല. എന്നാൽ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നു, ആ കാന്തപുരം ഉസ്താദ് എവിടെയാണ് പള്ളി നിർമ്മിക്കുന്നതെന്നും എവിടെയാണ് ഞങ്ങൾ പള്ളിയെടുക്കുന്നത് എന്നും പള്ളിയുടെ സ്ഥലം പോലും വ്യക്തമാക്കാതെ സുന്നികളോടൊരു വാക്ക് പറഞ്ഞപ്പോൾ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന സുന്നികൾ കോടിക്കണക്കിന് രൂപകൾ കാന്തപുരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കാന്തപുരത്തിനോട് വിശ്വാസമുള്ള സുന്നികളാണ് 45 കോടി രൂപയാണ് പള്ളിയുടെ ചെലവെങ്കിൽ ആ 45 കോടി രൂപ ഏൽപ്പിക്കാൻ സുന്നികൾ തയ്യാറായി. കാന്തപുരം എവിടെയാണ് പൈസ വെച്ചതെന്ന് പറഞ്ഞിട്ടില്ല, എവിടെയാണ് പള്ളി നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന സുന്നി മക്കളുടെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ രാജകുമാരനായി ജീവിക്കുന്ന കാന്തപുരം, ആ കാന്തപുരത്തിൽ സുന്നികൾക്ക് വിശ്വാസമുള്ളതിന്റെ പേരിലാണ് സുന്നികൾ എല്ലാം മറന്നുകൊണ്ട് ഏൽപ്പിക്കുന്നത്. ഓരോ സുന്നികളും അറിയും തോറും അടുക്കുകയും അടുക്കും തോറും അനുഭവിക്കുകയും അനുഭവിക്കുന്നോറും ആത്മസായുജ്യമടയുകയും ചെയ്യുന്ന വ്യക്തിയാണ് കാന്തപുരം. ഞാൻ എന്നാൽ അമ്പലക്കടവിനോട് ചോദിക്കട്ടെ, 40 കോടിയൊന്നും വേണ്ട, ഒരു 40 ലക്ഷം രൂപ തന്റെ അനുയായികളിൽ നിന്ന് തനിക്ക് വാങ്ങിക്കാൻ പറ്റോ? ഒരു 40 ലക്ഷം രൂപ. സോറി, ഞാനത് തെറ്റിദ്ധരിച്ചു. എന്തെന്നല്ലേ, 40 ലക്ഷത്തിനൊന്നും അമ്പലക്കടവില്ല. അപ്പൊ 40 ലക്ഷം എന്ന് പറയുമ്പോൾ അവർ കുറച്ച് വലുതായി പോകും. ഞാൻ ചോദിക്കുന്നു, ഒരു 4 ലക്ഷം അങ്ങനെയല്ലേ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് ഒരു പൈസ, ഉദാഹരണമായിട്ട് ഒരു ജുവലറിക്കാരനെ നാം സാമീപ്യപ്പെടുത്തി പറയുമ്പോൾ ആ നിലയ്ക്ക് നാം സാമീപ്യപ്പെടുത്തി പറയണം. ഒരു യാചകനെ നാം സാമീപ്യപ്പെടുത്തി പറയുമ്പോൾ ആ യാചകന്റെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം. അപ്പോൾ അമ്പലക്കടവിന് ഒരു 40 ലക്ഷം രൂപയുമായിട്ട് ബന്ധപ്പെടുത്താനൊന്നും അമ്പലക്കടവില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഒരു 4 ലക്ഷം രൂപ തന്റെ അനുയായികളിൽ നിന്നും
ഞാനിതൊക്കെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തെറ്റിദ്ധാരണയുടെ പ്രവാഹങ്ങളാണ് ഇവന്മാർ അഴിച്ചുവിട്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണയുടെ പ്രവാഹങ്ങൾ. ഒരു 4 ലക്ഷം രൂപ തന്റെ അനുയായികളിൽ നിന്നും വാങ്ങിക്കുക, എന്നിട്ടൊരു 10 ദിവസം 1 മാസം കാത്തിരിക്കാൻ കഴിയുമോ? വീട് തെരഞ്ഞ അനുയായികൾ എത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അമ്പലക്കടവ്